പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 19 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ആമേൻ, സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എത്ര ശ്രേഷ്ഠകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തി. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, അപകടങ്ങൾ, യാത്രകളിൽ ഉണ്ടാകാമായിരുന്ന അപകടങ്ങൾ, ഭവനത്തിനകത്ത് സംഭവിക്കാമായിരുന്ന അപകടങ്ങൾ, അതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ച കർത്താവിൻ്റെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് ആ കൈ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കൃപയാലല്ലേ സ്വസ്ഥമായിട്ട് ഉറങ്ങിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ്. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഉണർന്നത് നമ്മുടെ കഴിവിനാലല്ല നമ്മൾ എഴുന്നേറ്റത്, ദൈവത്തിൻ്റെ കൃപയാലാണ് എഴുന്നേറ്റത്. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ആമേൻ. ഈ പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് യഹോവ ഈരയായി നമ്മുടെ കൂടെയുള്ള കർത്താവിന് ഹല്ലേലൂയ, യഹോവ ഷമ്മയായി, ഹല്ലേലൂയ, യഹോവ നല്ല ഇടയനായി ഇന്ന് പകൽക്കാലം നമ്മളെ വഴി നടത്തുന്നത് ഓർത്ത് ആ കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നപ്പാ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവേ. ആമേൻ. അല്പസമയം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേപ്പോലെ മറ്റാരുമില്ല. അങ്ങേപ്പോലെ സ്നേഹിക്കുന്നവനായി വേറെ ആരുമില്ല. അങ്ങേപ്പോലെ കരുതുവാൻ വേറെ ആരുമില്ല. അങ്ങേപ്പോലെ സംരക്ഷിക്കുന്നവൻ വേറെ ആരുമില്ല. ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പേ, അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം, അങ്ങ് വിടുവിക്കുന്നവനാകിയാൽ സ്തോത്രം, അങ്ങ് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ എവിടെ നിന്ന് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങയുടെ പ്രസൻസിനാൽ അവർ മൂടപ്പെടട്ടെ, അവർ ആത്മശക്തിയിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവേ. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, ആത്മാവിൻ്റെ ശക്തി അവർ പ്രാപിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഏർലി മോർണിംഗിൽ കർത്താവിൻ്റെ വലിയ പ്രസൻസ് അവർ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. സന്തോഷം കൊണ്ട് നിറയട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, സ്വസ്ഥത കൊണ്ട് നിറയട്ടെ, ദൈവിക ആരോഗ്യത്താൽ അവർ നിറയട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അമേൻ അമേൻ ശരീരത്തിലെ അലർജി വന്ന് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ അലർജിയുടെ സ്പിരിറ്റിനെ ഞങ്ങൾ പുറത്താക്കുന്നു. ആ ശരീരം വിട്ട് പുറത്തു പോട്ടെ. അതുപോലെ മൈഗ്രീൻ്റെ സ്പിരിറ്റിനെ നസ്രനായ യേശുവിൻ നാമത്തിൽ പുറത്ത് അവർ സ്വസ്ഥതയുള്ളവരായി തീരട്ടെ. അതുപോലെ തന്നെ കർത്താവേ, അത് എല്ലാ ലങ്സിനകത്തുള്ള അസ്വസ്ഥതകളും, ലങ്സിനകത്തുള്ള ആമേൻ ആമേൻ വെള്ളം കെട്ടിക്കിടക്കുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ലങ്സിനകത്ത് TB വന്നിട്ട് അതിൻ്റെ പാച്ചസുകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആമേൻ, ലങ്സിനകത്തുള്ള മറ്റ് അസ്വസ്ഥതകൾ ഇപ്പോൾ ഞങ്ങൾ യേശു നാമത്തിൽ വിശ്വാസത്താൽ കൈവെക്കുന്നു. ലങ്സുകൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ലോകത്തെമ്പാടും അങ്ങനെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവരിൽ വെളിപ്പെടണം കർത്താവേ. ആമേൻ. ഇന്ന് ഞങ്ങൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഫേവറിൻ്റെ മാസം കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാവരുടെ മേലും ഒരു സ്പെഷ്യൽ ഫേവർ അവരുടെ സ്ഥാപനത്തിനകത്ത് ഉണ്ടാകട്ടെ. ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെ മേലും ഒരു സ്പെഷ്യൽ ഫേവർ അവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. ആമേൻ. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ വെളിപ്പെടുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സഭയിൽ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ വെളിപ്പെടട്ടെ. ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിനകത്ത് കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. കർത്താവ് കരുതണം, പരിപാലിക്കണം. നാളത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 91 സങ്കീർത്തനം ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കെല്ലാം കാണാതറിയാവുന്ന വാക്യമാണല്ലോ, എങ്കിലും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് കാണാതറിയാവുന്നതായതുകൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങളും എന്നോട് ചേർന്ന് പറയുക. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അങ്ങൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അങ്ങനെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അങ്ങയുടെ തൂവൽ കൊണ്ട് അങ്ങനെ മറയ്ക്കും. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. അങ്ങയുടെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാകുന്നു. നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ, ഇതിന് 4ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. തൻ്റെ തൂവൽ കൊണ്ട് ആമേൻ കർത്താവ് നമ്മളെ മറയ്ക്കും. ആമേൻ, കർത്താവ് നമ്മളെ ആ തൂവലിനകത്ത് മറയ്ക്കും. കർത്താവ് തൻ്റെ പരശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ആ ദേശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആമേൻ, ആമേൻ എന്നാ പറഞ്ഞ്, ആമേൻ, കോഴി നിങ്ങളെ കോഴി ചിറകിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്യം കർത്താവിടെ പറയുന്നുണ്ട്. ആമേൻ, കർത്താവ് ആമേൻ ഇന്ന് നമ്മളെ ഓർത്തും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ശേഖരിക്കുന്നത് പോലെ നമ്മളെ ചിറകിൻ്റെ കീഴിൽ കൂട്ടിച്ചേർത്ത് സൂക്ഷിക്കുവാനായി എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ സംരക്ഷണം ഒരിക്കലും കർത്താവ് ആരുടെമേലും അടിച്ചേൽപ്പിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ആ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ അധരം കൊണ്ട് നമ്മൾ പറയുകയും ചെയ്യുമ്പോഴാണ് ദൈവിക സംരക്ഷണം. പഴയ നിയമകാലത്ത് ഈ 91 സങ്കീർത്തനമൊക്കെ അവർ നിരന്തരം പറയുമായിരുന്നെന്നാണ് പറയുന്നത്. ആമേൻ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ആമേൻ, നമ്മുടെ കുടുംബത്തെയും ആമേൻ ഈ കർത്താവ് സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സംരക്ഷണം ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണരുത്. ആമേൻ, ഈ 91 സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അധരത്തിലൂടെ നിങ്ങൾ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യണം. പറയണം, കർത്താവേ, ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ് വസിക്കുന്നത്, സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലായിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് ഓരോ വാക്യങ്ങളും നമ്മൾ പറയണം, അങ്ങൻ്റെ സങ്കേതവും അങ്ങൻ്റെ കോട്ടയുമാണ്, അങ്ങൻ്റെ ദൈവമാണ്, അങ്ങനെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെ തൂവൽ കൊണ്ട് അങ്ങനെ മറയ്ക്കും. അങ്ങനെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. എന്നിട്ട് പറയാം, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം എനിക്ക് പേടിപ്പാനില്ല. എൻ്റെ വശത്ത് 1000 വീണാൽ, എൻ്റെ വലതുവശത്ത് 10,000 വീണാൽ അത് അടുത്ത് വരിക. അപ്പം നമ്മൾ ഇത് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ആമേൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യണം? അവൻ അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ആ അഭയം വേണം. എനിക്ക് കർത്താവിൻ്റെ ചെറുകിൻ്റെ അടിയിൽ സുരക്ഷിതനായിട്ടിരിക്കണം, എൻ്റെ കുടുംബം സുരക്ഷിതമായിരിക്കണം എന്ന നമ്മുടെ ആഗ്രഹം, നമ്മുടെ വിശ്വാസം, അത് നമ്മൾ വായുകൊണ്ട് പറയുമ്പോൾ അത് പ്രകടമാകുന്നു. അവിടെ നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കുക ചെയ്യും. അതുകൊണ്ട് രാവിലെ ഒരു പ്രാവശ്യമാക്കാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വാഹനത്തിൽ കയറുമ്പോഴും നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴും ആമേൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ, ഇത് മാത്രമല്ല ദൈവിക പ്രൊവിഷൻ്റെ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ അധരത്തിലൂടെ നിങ്ങൾ പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ഓരോ കാര്യവും, സൗഖ്യത്തിൻ്റെ കാര്യമായാലും ആമേൻ, ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ ആമേൻ, അല്ലാതെ രാവിലെ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അല്ല, നമുക്ക് എപ്പോഴും പറയാം, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ അങ്ങ് എനിക്ക് സൗഖ്യം തന്നതിനായിട്ട് സ്തോത്രം. ആമേൻ, ആമേൻ. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ ആ സൗഖ്യം എൻ്റെ ശരീരത്തിലൂടെ ഒഴുകട്ടെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിവൈൻ ഹീലിങ്ങിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ദൈവിക പ്രൊട്ടക്ഷൻ്റെ വാക്യങ്ങൾ പറയുക. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവിക സംരക്ഷണത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. അവർ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല,
മാത്രമല്ല, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് മാത്രമല്ല, എപ്പോഴൊക്കെ പറയാൻ കഴിയുമോ ദൈവവചനം നിരന്തരമായി പറയുമ്പോൾ ആ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ നിങ്ങൾ പറയണം, ഇങ്ങനെ ചെയ്യാൻ പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഈ പ്രത്യേക ദൈവിക പ്രീതിയുടെ മാസം ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവറിനാൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് എൻജോയ് ചെയ്യുവാൻ ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.